ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത് റാഗി കൊണ്ടുള്ള വളരെ ഹെൽത്തി ആയ ഒരു ജ്യൂസാണ്. നമ്മൾ ഇതിലേക്ക് ഒരു ഫുഡ് കളറും ചേർക്കാതെയാണ് തയ്യാറാക്കുന്നത്. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്ന ഏതെങ്കിലും കൂട്ടുകാരുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പം നമുക്ക് റാഗിപ്പൊടി ഒന്ന് കുറുക്കിയെടുക്കണം. അതിനായി ഇവിടെ കുറച്ച് വെള്ളമുണ്ട്. ഇത് ഏത് വെള്ളമാണെന്ന് ഞാൻ വീഡിയോയിലൂടെ പറയാം. ഇനി നമുക്കിത് കുറുക്കിയെടുക്കാൻ ആവശ്യമായ പാൽ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം. ഞാനൊരു കപ്പ് പാലാണ് ഒഴിച്ച് കൊടുത്തിട്ടുള്ളത്. 1 ടീസ്പൂൺ പൊടി മാത്രമാണ് നമ്മളിവിടെ കുറുക്കിയെടുക്കുന്നത്. പാൽ ചൂടായി വരുന്ന ടൈമിൽ നമുക്ക് 1 ടീസ്പൂൺ പൊടിയിട്ട് നല്ല പോലെ ഒന്ന് മിക്സാക്കി ഇതൊന്ന് കുറുക്കിയെടുക്കാം. അപ്പോൾ 2 മിനിറ്റ് കൊണ്ട് തന്നെ നമുക്ക് റാഗി നല്ല പോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് ചൂടാറാൻ വേണ്ടി മാറ്റി വെക്കാം. കുറുക്കിയെടുത്ത റാഗിപ്പൊടി നമ്മളൊരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നല്ല പോലെ ചൂടാറിയ ശേഷമാണ് നമ്മളിത് ഇതിലേക്ക് ഇട്ട് കൊടുത്തത്. ഇനി നമുക്കിതിലേക്ക് വേവിച്ചെടുത്ത ക്യാരറ്റാണ് ആവശ്യമുള്ളത്. അപ്പോൾ ഈ ക്യാരറ്റ് വേവിച്ച വെള്ളമാണ് നമ്മൾ റാഗി കുറുക്കിയെടുത്ത ടൈമിൽ ചേർത്ത് കൊടുത്ത വെള്ളം. അപ്പോൾ നല്ല പോലെ വേവിച്ചതിന് ശേഷം മാത്രം ഇതിലേക്ക് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്ക് മധുരത്തിന് ആവശ്യമുള്ള പഞ്ചസാര ഇട്ട് കൊടുക്കാം. നമ്മുടെ ജ്യൂസ് ഒന്നും കൂടെ ഹെൽത്തി ആക്കണമെങ്കിൽ പഞ്ചസാരക്ക് പകരം തേന് ചേർത്ത് കൊടുത്താൽ മതി. ഇനി നമുക്ക് 1 ടീസ്പൂണ് ബൂസ്റ്റും കൂടെ ചേർത്ത് കൊടുക്കാം. ഇത് തികച്ചും ഓപ്ഷനിലാണ്. ഇനി നമുക്ക് കുറച്ച് പാലൊഴിച്ച് ഇതൊന്ന് അടിച്ചെടുക്കാം. അപ്പോൾ പാലൊഴിച്ചതിന് ശേഷം നല്ല പോലെ ഒന്ന് മിക്സാക്കി കൊടുത്തിട്ടുണ്ട്. ഇനി നല്ല പോലെ ഒന്ന് അടിച്ചെടുത്തിട്ടുണ്ട്. അപ്പോൾ നമ്മൾ 1/2 ലിറ്റർ പാലിൽ പകുതിയാണ് ആദ്യം ഒഴിച്ച് കൊടുത്തത്. ഇനി ബാക്കിയുള്ള പാലും കൂടെ ഒഴിച്ച് നമുക്ക് നല്ല പോലെ ഒന്നും കൂടെ അടിച്ചെടുക്കാം. അപ്പം നമ്മുടെ വളരെ ഹെൽത്തിയായ ജ്യൂസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. റാഗിപ്പൊടി എത്ര ഹെൽത്തി ആണെങ്കിലും നമുക്ക് കുട്ടികൾക്കും വലിയവർക്കൊക്കെ കഴിക്കാൻ ഒരുപാട് മടിയുള്ളൊരു സംഭവമാണിത്. അപ്പോൾ ഇതുപോലെ നിങ്ങൾ തയ്യാറാക്കുകയാണെങ്കിൽ കുട്ടികളൊന്നും ഒരു മടിയും കൂടാതെ തന്നെ കഴിക്കും. നമ്മളിത് ഉണ്ടാക്കിയത് റാഗിപ്പൊടി കൊണ്ടാണെന്ന് പറഞ്ഞെങ്കിൽ മാത്രമേ അവർക്കിത് മനസ്സിലാകുകയുള്ളൂ. അത്രക്കും ടേസ്റ്റാണ്. ഫോട്ടോക്ക് ഒരു ഭംഗിക്ക് വേണ്ടി നമുക്ക് ഇതിൻ്റെ മുകളിൽ 2 മിനിറ്റും കൂടെ വെച്ച് കൊടുക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന എല്ലാ കൂട്ടുകാരും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പുതിയൊരു റെസിപ്പിയുമായി വീണ്ടും കാണാം ഇൻഷാ അല്ലാഹ്.